ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, ഇവിടെ നല്ല മഴയാണ്. സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മഴയൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ദില്ലിയിൽ അതിഭയങ്കര ചൂടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്തരീക്ഷത്തിലെ ചൂട് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കുകയാണ്. കാരണം രാജ്യതലസ്ഥാനം ഈ അടുത്ത ഘട്ടത്തിലാണല്ലോ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഒപ്പം ഹരിയാനയുണ്ട്, പഞ്ചാബ്, അങ്ങനത്തെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് BJP വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കർഷക രോഷം അതിരൂക്ഷമായി തുടരുന്നത് ഹരിയാനയിലൊക്കെ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇവിടെ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ കർഷക രോഷത്തിന് ചൂട് കാരണം BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. തീർച്ചയായും മനു, നാട്ടിൽ മഴയാണ്, ഇവിടെ നല്ല പ്രചരണ ചൂടാണ്. അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ചൂടുമുണ്ട്, സഹിക്കാൻ കഴിയാത്ത ചൂടുണ്ട്. 47 ഡിഗ്രിയിലേക്കൊക്കെ പോവുകയാണ്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് ചൂടിനെ പറ്റി തന്നെയാണ്. പ്രത്യേകിച്ചും ഈ 6ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നണികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ദില്ലി എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി തന്നെ കാണുന്ന ഒരു സ്ഥലം കൂടിയാണ്. ദില്ലിയിൽ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് ചേർന്നിട്ട് ഇന്ത്യ മുന്നണിയെ വലിയ തരത്തിൽ ശക്തിപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണവുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ 7 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതായത് 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ കോൺഗ്രസും എന്നിങ്ങനെ ഇന്ത്യ മുന്നണി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. അതായത് ദില്ലി ഉൾപ്പെടെ മറ്റ് 6 സംസ്ഥാനങ്ങളോട് ചേർത്താണ് ഇവിടെ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രചാരണത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ തന്നെയും BJP ഇങ്ങനെ മാറ്റിപ്പയറ്റിക്കൊണ്ടേയിരിക്കുന്നു. CAA, കടുത്ത വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രചരണത്തിൽ BJP ഉപയോഗിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനകീയ വിഷയങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ദില്ലിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ എത്തുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് 10:30 ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി കനയ്യകുമാറിന് വേണ്ടിയിട്ടാണ് ദില്ലി നോർത്ത് ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയാണ് കനയ്യകുമാറിന് വേണ്ടിയിട്ടാണ് ഇന്ന് ദില്ലിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. എന്തായാലും അത് വലിയ തരത്തിൽ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു കൊട്ടിക്കലാശത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ഇന്ത്യ മുന്നണിക്കായി വലിയ പോരാട്ടം നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ഹരിയാനയിൽ 10 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിലും 7 മണ്ഡലങ്ങളോളം വോട്ടെടുപ്പിൽ ഉണ്ട് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും 14 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എന്തായാലും ഈ 6ാം ഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഈ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചാരകർ അവരുടെ പ്രസംഗങ്ങളിൽ വലിയ കരുതലൊക്കെ നടത്തണം, കരുതൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഒരു മാസം കഴിഞ്ഞിട്ട്, അതായത് വിദ്വേഷ പരാമർശം നടത്തിയ മോദിക്കെതിരെ പരാതി നൽകി 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശം എന്ന തക്കം പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് ഒരു നിർദ്ദേശം എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് താരപ്രചാരകർ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളോ പരാമർശങ്ങളോ ഒന്നും തന്നെ പ്രചാരണത്തിൽ ഉപയോഗിക്കരുത് എന്ന ഒരു താക്കീത് എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ മോദിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ഇത്രയും ദിവസങ്ങളോളമായി ഈ നിരന്തരമായ പരാമർശങ്ങൾ നടത്തുകയും പരാതികൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും 1 മാസം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാത്തിരിക്കേണ്ടി വന്നു. ഈ വിഷയത്തിൽ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രചരണത്തിൽ താരപ്രചാരകർക്ക് നിർദ്ദേശം നൽകാൻ ഇത്രയും സമയം കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധിയോടും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഈ രാഹുൽ ഗാന്ധി ഈ തരത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എന്തായാലും പ്രചാരണം ശക്തിപ്പെടുമ്പോൾ BJPക്ക് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഈ പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് ഇപ്പോൾ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്.